ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്. ഇവൻ കള്ളനാണ്. ഇവന്റെ തന്ത പെരും കള്ളനാണ്. കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഡയലോഗ്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എനിവേസ്, ഈ സിനിമയെ പറ്റി ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഞാൻ പണ്ട് പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പൃഥ്വിരാജ് എന്ന നടനെതിരെ വെറുമൊരു തുടക്കക്കാരനിൽ നിന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് മൂപ്പര് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ, അതായത് 2003-4 സമയങ്ങളിൽ അദ്ദേഹത്തിന് സിനിമാ ഇൻഡസ്ട്രിയിലകത്ത് തന്നെ പലർക്കും ഇഷ്ടമില്ലായിരുന്നു. തന്മൂലം അദ്ദേഹത്തിന് ആളുകൾ ഒറ്റപ്പെടുത്തുകയും സിനിമകൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മൂപ്പര് തന്നെ പല ഇന്റർവ്യൂകളിലായി പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ അതിന്റെയൊക്കെ ഒരു റീസൺ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 96-ൽ കുഞ്ചാക്കോ ബോബൻ അരങ്ങേറിയതിനു ശേഷം പല പുതുമുഖങ്ങളും മലയാളത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ലുക്കുള്ള, ഫിസിക്കുള്ള, പോലീസ് വേഷങ്ങൾ ചേരുന്ന ഒരു പൊട്ടൻഷ്യൽ മാസ് ആക്ഷൻ ഹീറോ ആവാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ അന്നുണ്ടായിരുന്നില്ല. സോ അതെല്ലാം ഒത്തിണങ്ങി ഒരാൾ കളത്തിലിറങ്ങിയാൽ ആരെങ്കിലും ആ വളർച്ച കണ്ട് പേടിച്ചാലും അത്ഭുതപ്പെടാനില്ല. എനിവേസ്, കാര്യം ഇദ്ദേഹം ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണെങ്കിലും അച്ഛൻ ഓൾറെഡി മരണപ്പെട്ടു. അമ്മ ആയ കാലത്ത് വലിയ നടിയൊന്നുമായിരുന്നില്ല. ഒരുപക്ഷെ ആദ്യത്തെ 1-2 സിനിമകൾ കിട്ടിയത് അമ്മ കാരണം തന്നെ ആവാം. എന്നാൽ ഇതുപോലൊരു ഇൻഡസ്ട്രിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലുള്ള എതിർപ്പുകൾക്കിടയിൽ നിന്നും അദ്ദേഹം പിടിച്ചു നിന്നത് സ്വന്തം കഴിവ് കൊണ്ട് തന്നെയാണ്.